ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പഠനം നമ്മൾ നടത്തിയാൽ ഇത് ആരുടെ മാസമാണ്? സമസ്തയുടെ ഒന്നാമത്തെ അധ്യക്ഷനും സ്ഥാപകനുമായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കഴിഞ്ഞു. തൊട്ടടുത്ത് സമസ്തയുടെ പ്രസിഡന്റ് ആരാ? ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അവരുടെ ശേഷം സമസ്തയുടെ പ്രസിഡന്റ് ആരാ? ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മൗലവി പാപ്പ. സമസ്തയുടെ തുടക്കത്തിൽ 1926 സമസ്തയുടെ തുടക്ക മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് ആദ്യത്തെ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റായി. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കമ്മിറ്റിയിൽ വാളക്കുളം അബ്ദുൽ മൗലവി പ്രസിഡന്റാണ്, വൈസ് പ്രസിഡന്റാണ്. പിന്നെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരാ? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അപ്പോഴും ബഹുമാനപ്പെട്ടവർ പ്രസിഡന്റാണ്. അങ്ങനെ 19 കൊല്ലത്തിന്റെയും 20ന്റെ അടുത്തെത്തി നിൽക്കുന്ന അത്രയും കൊല്ലം സമസ്തയുടെ വൈസ് പ്രസിഡന്റായി. തുടക്ക പ്രസിഡന്റായ വരക്കൽ മുല്ലക്കോയ തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും വഫാത്തായപ്പോൾ പിന്നെ ആ പ്രസിഡന്റ് കസേരയിലേക്ക് ഇരുന്നത് ആരാണ്? വാളക്കുളം അബ്ദുൽ ബാരി മൗലവി പാപ്പയാണ്. മൂപ്പര് പ്രസിഡന്റായത് എത്രയാണെന്നോ 20 വർഷം. അങ്ങനെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും കൂടിയായി ഏകദേശം 40 വർഷം ഈ സമസ്തയെ നയിച്ച മഹോന്നതരായ മഹാനാണ് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മൗലവി പാപ്പ. മൂപ്പരുടെ ആണ്ട് നടക്കുന്ന മാസമാണിത്. 1298 ജമാദുൽ ആഖറിൽ ബഹുമാനപ്പെട്ടവർ ജനിച്ചു. 1385 ജമാദുൽ ഊല 87ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവർ വഫാത്തായി. 87 വയസ്സ് ജീവിച്ചിരിക്കുന്ന മൂപ്പർ 40 കൊല്ലം സമസ്തയുടെ പ്രസിഡന്റാണ്. അത്ര പാരമ്പര്യം പിന്നെ സമസ്തയിൽ പറയാനുള്ള ഏക ആൾ സമസ്തയുടെ അധ്യക്ഷ കസേരയിൽ ഇരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പയാണ്. അള്ളാഹുവേ ദീർഘായുസ് നൽ, അള്ളാഹുവേ അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. താജുൽ ഉലമ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങളുപ്പാപ്പ. അള്ളാഹുവേ അവിടെ നിന്ന് നമുക്ക് കൊളുത്തി തന്ന ഒരു ഊർജമുണ്ട്. വലൗ വഹ്ദി എന്ന് പറഞ്ഞ ഒരു ഊർജം, അതിപ്പോഴും നമ്മുടെ കാതുകളിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മറക്കാൻ കഴിയാത്ത സമ്മേളനമാണ് എറണാകുളം സമ്മേളനം. എറണാകുളം സമ്മേളനത്തിന് പോയവർ ഈ സദസ്സിലുണ്ടെങ്കിലും കൈവന്നിച്ചാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ബദരീങ്ങളാണ്. അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. കാരണം അന്ന് എറണാകുളം സമ്മേളനത്തിന് പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സമയമാണ്. നിങ്ങൾ ഇതിലുണ്ട് എന്ന് ഞാനറിയില്ല, ഞാൻ ഇതിലുണ്ട് എന്ന് നിങ്ങളും അറിയില്ല. അതാണ് അന്നത്തെ കാലം. ഇനി വേറൊരാളോട് പുതിയതായിട്ട് കാണുമ്പോൾ നിങ്ങൾ ഇതിലുണ്ടോ എന്ന് ചോദിക്കാനും വയ്യ. നിങ്ങൾ ഏതാ സൈസ് എന്ന് അറിയില്ലല്ലോ. അഥവാ ചോദിച്ചാൽ ജോലി പോയി പോകുമോ, അതല്ലെങ്കിൽ മുത്താലിമാണെങ്കിൽ പിരിച്ചുവിടുമോ, വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോകുന്നിടത്ത് അവിടുന്ന് ചോദിച്ചാൽ വിളമ്പി വെച്ച ഭക്ഷണം തരാതെ ഇറക്കി വിട്ടു. അങ്ങനത്തെ അനുഭവം മുത്താലിമീങ്ങൾക്കുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന നോമ്പ് തുറക്കാൻ അനുവദിക്കാതെ അവിടുന്ന് പറഞ്ഞയച്ചു. രാത്രി 10 മണിക്ക് ശേഷമാണ് കമ്മിറ്റിക്കാർ യോഗം ചേരുന്നത് മുദരിസിന്റെ കാര്യത്തിൽ എന്തു ചെയ്യുന്നു. അങ്ങനെ യോഗം ചേർന്നു 10 മണിക്ക് ശേഷം. 11:30 യോഗം അവസാനിപ്പിച്ചപ്പോൾ തീരുമാനിച്ചു മുദരിസിനെയും കുട്ടികളെയും പിരിച്ചുവിടാം. അങ്ങനെ രാത്രി 11:30 തീരുമാനിച്ചത് എന്താണെന്നോ, ഇപ്പൊ പിരിച്ചുവിടാം. 42 മുത്തഅല്ലിമീങ്ങളും മുദരിസും പള്ളി വിട്ടിറങ്ങി. അവര് നടുറോഡിലായി. നടുറോഡിൽ പള്ളിയിലെ ഉസ്താദും ഈ കുട്ടികളും ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അതിന്റെ പരിസരത്തുള്ള മറ്റു മതക്കാരായ സ്നേഹിതന്മാർ അവരെ സഹായിച്ചു. അങ്ങനത്തെ സംഭവം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എവിടെ എന്ത് എന്ന് ചോദിക്കേണ്ട ആ സനത് പറയേണ്ട കാലം അല്ല ഇപ്പൊ. ഓരോ സാഹചര്യം ഉണ്ടല്ലോ. വേണ്ടി വരുമ്പോൾ സനതും അതിൻ്റെ അപ്പുറമൊക്കെ നമുക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇതൊക്കെ അനുഭവിച്ചൊരു സമയമുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട അന്ന് ആ എറണാകുളം സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ACS വീരാമുസ്ലിയാർ വഫാത്തിന്റെ മാസമാണ്. അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. ACS വീരാമുസ്ലിയാർ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? ഒരു തുർക്കി തൊപ്പി വെച്ചിട്ട് അല്പം ഉള്ളിങ്ങനെ ഒരു അക വളഞ്ഞിട്ട് ഒരു കുറിയ മനുഷ്യൻ. അദ്ദേഹം അന്ന് സമസ്തയുടെ മുബല്ലിഗായ അദ്ദേഹം ബസ്സിന് കാശില്ലാത്തതിന്റെ പേരിൽ, കൊടുക്കാൻ ശമ്പളത്തിന് വകയില്ലാത്തതിന്റെ പേരിൽ മൂപ്പര് തന്നെ സ്വയം ഒരു തൊഴിൽ കണ്ടെത്തി. അതാണ് അജമാംസ രസായനം. അജമാംസ രസായനം എന്നിട്ട് മൂപ്പര് പോണ വഴിക്കൊക്കെ കുറച്ച് കുപ്പിയിൽ എന്തുണ്ടാവും, ഒരു ലേഹം ഉണ്ടാവും. അതിന്റെ പോരിശൊക്കെ പറഞ്ഞാണ്ട് അത് ആളുകൾക്ക് കൊടുക്കും. രോഗം മാറിയാലും മാറിയില്ലെങ്കിലും മൂപ്പർക്ക് വസൂലുണ്ടാവും എന്നുള്ളൊരു സംഗതിയിൽ അങ്ങനെ ബഹുമാനപ്പെട്ട ACS വീരാമുസ്ലിയാർ മലേഷ്യയിലാണ്. മലേഷ്യയിൽ നിന്ന് എറണാകുളം സമ്മേളനം കേട്ടപ്പോൾ മൂപ്പര് അവിടുന്ന് വിമാനം കയറി പോന്നു.
വിമാനം ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോരാതെ നേരെ എറണാകുളം സമ്മേളനത്തിന് വരികയാണ്. അപ്പൊ AP ഉസ്താദ് സ്റ്റേജ് എന്ന് പറഞ്ഞു, ACS ബീരാ മുസ്ലിയാർ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നു. ബഹുമാനപ്പെട്ട ACS ബീരാ മുസ്ലിയാർ എറണാകുളം സമ്മേളനത്തിന്റെ മൈതാനിയിൽ ഇമാമ് നിന്നിട്ട് ബഹുമാനപ്പെട്ടവർ ആ തജ്വീദിന്റെ ഖിറാഅത്ത് ഇങ്ങനെ നടത്തിയത് ഇന്നും കാതിലിങ്ങനെ അടിക്കുന്നു, അലയടിക്കുന്നുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട TSK തങ്ങളുടെ സ്വാഗത പ്രസംഗവും അതേപോലെ തന്നെ മറക്കാൻ കഴിയാത്ത താജുൽ ഉലമയുടെ പ്രഖ്യാപനം, വലു വഹ്ദി, ഞാൻ ഒറ്റക്കാണെങ്കിലും അതിപ്പോഴും നമ്മുടെ കാതിലിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യാ റബ്ബ് യാ റബ്ബ്. അപ്പോ താജുൽ ഉലമയാണ് പിന്നെ സമസ്തയുടെ അധ്യക്ഷ കസേരയിൽ 40 കൊല്ലത്തിലധികം ഇരുന്ന വലിയ മഹാൻ. ഞാൻ അബ്ദുൽ ബാരി മൗലവി പാപ്പയിലേക്ക് വരാം. ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മൗലവി പാപ്പ മലപ്പുറക്കാരുടെ ഒരു ഭാഷയാണ് ഉപ്പാപ്പ എന്ന് പറയുന്നത്. അതൊരു ആദരവിന്റെ വാക്കായിട്ട് പറയുന്നത്. അപ്പൊ അവിടെ മൊത്തത്തിൽ പറഞ്ഞാൽ മൗലിയാർ പാപ്പ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു 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 തങ്ങളെ സ്ഥാനം ഒരു മൗലിയാർക്ക് കിട്ടുമ്പോൾ അതിന് ചേർന്ന് വരുന്നതാണ് ഏത് തങ്ങൾ പാപ്പ എന്ന് പറയും. ചെറിയ കുട്ടിയാണെങ്കിലും മലപ്പുറക്കാർ തങ്ങൾ പാപ്പ എന്ന് തന്നെ പറയാം. അത് ഒരു ഉപ്പാപ്പ എന്ന് പറയുന്നത് എന്താണ്, ഒരു വലിയ ബഹുമാനമായിട്ട് പറയുന്നത്, അല്ലാതെ അവരെ ഇതാക്കിയിട്ട് പറയുന്നത്. അപ്പൊ അള്ളാഹു തആല ഖൈർ തരട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മൗലിയാർ പാപ്പ 40 കൊല്ലം അതേ നാട്ടിൽ ദർസ് നടത്തിയാണ്. 40 കൊല്ലം എവിടെ ദർസ് നടത്തി? മൂപ്പര് സ്വന്തം നാട്ടില്. ഉമറാക്കൾ മനസ്സിലാക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അന്നും ഇന്നും വാളക്കുളം അബ്ദുൽ ബാരി മൗലിയാർ പാപ്പയെ പോലെ ഒരു പണക്കാരനായ മുസ്ലിയാരും ഉണ്ടായിട്ടില്ല. അബ്ദുൽ ബാരി മൗലിയാർ പാപ്പയെ പോലെ പണക്കാരനായ ഒരു മുസ്ലിയാർ സമസ്തയുടെ മെമ്പർഷിപ്പിൽ പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അന്നത്തെ കാലത്ത് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം മൂപ്പര് ഏറ്റെടുത്തപ്പോൾ മൂപ്പർക്ക് അനന്തരാവകാശമായി കിട്ടിയിരിക്കുന്ന സ്വത്തിന്റെ പുറമെ ക്യാഷായിട്ട് കയ്യിൽ എത്രയുണ്ട്? 2.5 ലക്ഷം രൂപയുണ്ട്. അന്ന് ക്യാഷായിട്ട് 2.5 ലക്ഷം രൂപയുണ്ട്. 2.5 ലക്ഷം എന്ന് അന്ന് പറഞ്ഞാൽ ഇന്ന് എത്രയേ കാലം? കോടി ആയിരിക്കടോ കോടി വേണ്ടതെന്ന്. ഞാൻ മിഞ്ഞാന്ന് വരുമ്പോൾ ഒരു ഓട്ടോ ഒരു മറ്റേ മറ്റേ ആ ടിക്കറ്റ് വെക്കുന്ന ചങ്ങായി, അയാളുടെ 3 കോടി. ഞാൻ തിരിഞ്ഞു നോക്കിയതും കൂടിയില്ല. അതാണ് കോടിൻ്റെ കാലം. അപ്പോൾ ഇപ്പം ഇത് കോടിയാ. അന്നത്തെ 2.5 ലക്ഷത്തിന് ഇന്ന് മൂല്യം നിശ്ചയിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട MA ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ വഫാത്തിന്റെ ഒരു മാസം മുമ്പാണെന്ന് തോന്നുന്നു, ബഹുമാനപ്പെട്ടവരെ കണ്ടപ്പോൾ വാളക്കുളം അബ്ദുൽ ബാരി മൗലിയാർ പാപ്പാൻ്റെ അടുത്ത് പോയ കഥ പറഞ്ഞു. ബഹുമാനപ്പെട്ട MA ഉസ്താദ് ഇവിടുന്ന് തൃക്കരിപ്പൂരിന്ന് ട്രെയിൻ കയറുകയാണ്. ഏത് ട്രെയിന്? ഇന്നിപ്പോ ഞാൻ കോഴിക്കോട്ട് നിന്ന് ഇങ്ങോട്ട് ട്രെയിനിൽ വന്ന് വന്ദേ ഭാരതിലാണ്. അവിടുന്ന് കയറി കാസർകോട്ട് എത്തല്ലോ എന്ന് ചോദിച്ചാൽ ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ എത്തിക്കണപ്പോഴേക്കും അത്ര അതിൻ്റെ ഇടയിൽ ഒരു ചായയും കിട്ടി ഫ്രീ ആയിട്ട്. ഒരു ഒരു വെജിറ്റബിൾ ബിരിയാണിയും കിട്ടി. ഈ പള്ളം കൂടെ ഏൽപ്പിച്ച വെജിറ്റബിൾ ബിരിയാണിയാണ്. ബിരിയാണിയാണെങ്കിൽ ഒരു ഇറച്ചി വേണ്ടേ. അപ്പൊ ആരോ എന്നോട് പറഞ്ഞു ഇതാണ് കഴിച്ചുകൂടി ഇന്ന ഇറച്ചി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് സമാധാനത്തിൽ കഴിച്ചത്. അപ്പൊ ഇരിക്കട്ടെ, കോഴിക്കോട്ട് നിന്ന് കയറിയിട്ട് ആ ട്രെയിന് ശ്വാസം അയക്കുമ്പോഴേക്ക് ഇവിടെ എത്തി. അന്ന് MA ഉസ്താദ് പോയ ട്രെയിൻ ഏതാണെന്നറിയോ? ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് 3ാം ക്ലാസ്സിലുണ്ടെങ്കിൽ ഒരു നീണ്ട ബുക്ക്, വർക്ക് ബുക്ക്, അതിലുണ്ടൊരു പുക പോണ തീവണ്ടിന്റെ എഞ്ചിൻ. കൂ 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 തീവണ്ടി, കൂക്കിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മൂന്നും തീവണ്ടി. ആ വണ്ടിക്കാണ് ഉസ്താദ് ഇവിടുന്ന് കയറിയത് വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക്. അത് പരപ്പനങ്ങാടി എത്തുന്ന സമയത്ത് വൈകുന്നേരം ആയി. അവിടുന്ന് ഇറങ്ങിയിട്ട് പനയത്തിൽ പള്ളിയിൽ പോയിട്ട് ജമ്മും കസറുവാക്കി നിസ്കരിച്ചിട്ട് ഉസ്താദ് നടക്കുകയാണ്. എവിടേക്ക്? വാളക്കുളത്തേക്ക്. 24 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ? ഇന്ന് MA ഉസ്താദിന്റെ മുഹബ്ബീങ്ങളായ താജുൽ ഉലമയുടെ അങ്ങേയറ്റത്തെ മുഹബ്ബീങ്ങളായ നിങ്ങളും ഞാനും 1 കിലോമീറ്റർ നടക്കാൻ തയ്യാറുണ്ടോ? നമ്മളെ യൂണിറ്റിലെ മീറ്റിംഗ് വിളിച്ചാൽ നമുക്ക് പോകാൻ സമയമല്ല. അപ്പൊ ഇരിക്കട്ടെ, അള്ളാഹു ഖൈർ തരട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മള് 1/2 കിലോമീറ്റർ നടക്കണോ സെന്റിനറി ഗാർഡ്, അതല്ല 1 കിലോമീറ്റർ നടക്കണോ, ഇതിങ്ങനെ ചർച്ച എപ്പോഴും തീരുമാനമായിട്ടില്ല. അത്രയും ബഹുമാനപ്പെട്ട MA ഉസ്താദ് നടന്നത് 24 കിലോമീറ്റർ. എന്നിട്ട് എവിടെ എത്തി? അബ്ദുൽ ബാരി മൗലിയാർ പാപ്പാന്റെ വീടിന്റെ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട ഒരു ചെറിയ കെട്ടിടമുണ്ടാക്കി. ആ ചെറിയ കെട്ടിടമുണ്ടാക്കിയിട്ട് പകുതി നിസ്കരിക്കാൻ പള്ളിയാക്കി, പകുതി സമസ്തന്റെ ഓഫീസുമാക്കി. ഇന്നും നിങ്ങൾക്ക് പോയാൽ കാണുക, സമസ്തന്റെ ഓഫീസുമാക്കി. അതിലേക്ക് MA ഉസ്താദ് നടന്ന് വ്യാഴാഴ്ച രാത്രി അവിടെ എത്തും. രാത്രി അവിടെ എത്തിയിട്ട് വെള്ളിയാഴ്ച സുബഹി നിസ്കരിച്ച് മൗലിയാർ പാപ്പാനെ കാണും.
അപ്പൊ സമസ്തക്ക് വന്ന കത്ത് മുഴുവനും എവിടെ ഉണ്ട്? മൂലർ പാപ്പാന്റെ മേശയിലുണ്ട്. അത് എടുത്തു കൊടുക്കും. MA ഉസ്താദ് അതൊക്കെ ഇരുന്നിട്ട് വേർതിരിക്കും. ഒക്കെ ഇരുന്നിട്ട് ഫത്വ കൊടുക്കേണ്ടത് വേറെ, മറുപടി പറയേണ്ടത് വേറെ, പിന്നെ സംഘടനാപരമായത് വേറെ, മഹല്ല് വല്ല തർക്കങ്ങളും മറ്റുമൊക്കെ ഉള്ളത് വേറെ. ഇതൊക്കെ ഇനം തിരിച്ചു വെച്ചിട്ട് ബഹുമാനപ്പെട്ട മൂലർ പാപ്പാക്ക് ഇതൊക്കെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും. ജുമാക്ക് മുമ്പ് അതൊക്കെ കഴിഞ്ഞു. ഉപ്പാപ്പ പറഞ്ഞതനുസരിച്ച്, മൂലർപ്പാപ്പ പറഞ്ഞതനുസരിച്ച് എഴുതേണ്ട എഴുത്ത് അതൊക്കെ അടയാളപ്പെടുത്തിയിട്ട് ഒക്കെ റെഡിയാക്കി വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, മുതലാളി മൊയ്യാരായ ആളാണ് ആര്? വാളക്കുളം മൂലർപ്പാപ്പ. അന്ന് ആ പ്രദേശത്ത് ജുമക്ക് വരുന്ന എല്ലാവർക്കും ജുമ നിസ്കരിച്ചാൽ ഭക്ഷണം ആരെ വീട്ടിലാണ്? മൂലർപ്പാപ്പാന്റെ വീട്ടിലാണ്. ഏതാ ഭക്ഷണം? ഇന്ന് നമ്മൾ ഭക്ഷണം എന്നാരും പറയലില്ല. അതാ നിങ്ങൾ ഇങ്ങനെ നോക്കണത്. ഇന്നിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് പറയലുണ്ടോ? പഴയ കാലത്ത് ഏതാണ്? കഞ്ഞിയാണ് പ്രധാന ഭക്ഷണം. ഏതാ? കഞ്ഞിയാണ്. മൂലർ പാപ്പാന്റെ വീട്ടിൽ വെക്കണ കഞ്ഞിയുണ്ട്. അതാണ് ജുമഅക്ക് വന്നവർക്ക് മുഴുവനും ഭക്ഷണം. 25 കിലോമീറ്റർ ദൂരന്ന്, 20 കിലോമീറ്റർ ദൂരന്ന്, 10 കിലോമീറ്റർ ദൂരന്ന് ആൾക്കാർ നടന്ന് ജുമഅക്ക് വരികയാണ്. അവർക്കൊക്കെ ഉള്ള അത് കഴിഞ്ഞിട്ട് MA ഉസ്താദ് ആ ഫത്വയും കത്തൊക്കെ റെഡിയാക്കിയിട്ട് അസർ നിസ്കരിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കും. എവിടേക്ക്? പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇങ്ങോട്ടാണ് നടക്കാൻ 24 കിലോമീറ്റർ. MA ഉസ്താദ് പറയുന്നുണ്ട്, അന്ന് സമസ്തന്റെ മെമ്പർഷിപ്പ് 5 പൈസയാണ്. 5 പൈസന്റെ അന്നത്തെ 5 പൈസന്റെ മൂല്യം എത്രയാണ്? 5 പൈസയാണ്. ആ 5 പൈസക്ക് അത് 5 പൈസയാണ് മെമ്പർഷിപ്പ്. ഇരിക്കട്ടെ. എന്നിട്ട് ഈ കത്തുകളൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് നടന്നിട്ട് രാത്രി പകുതിയാകുമ്പോൾ ഇന്നലെ പോയ വണ്ടിയില്ലേ, ആ കൂക്കൂ തീവണ്ടി, അത് പോയിട്ട് തിരിച്ചു വരുന്നുണ്ടാവും. അതിൽ കയറിയിട്ട് MA ഉസ്താദ് രാവിലെ എവിടെ എത്തും? നാട്ടിലെത്തും. ദർസ് മുടങ്ങാതെ ഉസ്താദിന്റെ കാര്യം നടക്കും. ബഹുമാനപ്പെട്ട MA ഉസ്താദ് ചോദിച്ചു, കൂറ്റമ്പാറെ, നിങ്ങളൊക്കെ പുതിയ തലമുറയിലെ ആളുകളാണ്. പുതിയ തലമുറയിലെ സംഘടനാ പ്രവർത്തകർക്ക് കമ്പ്യൂട്ടറും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? അതൊക്കെ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നിങ്ങളൊക്കെ പ്രാക്ടീസ് നേടുന്നില്ലേ എന്ന് ഉസ്താദ് ആ സുഖമില്ലാത്ത സമയത്ത് ചോദിച്ചത് ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അലയടിക്കുക. അള്ളാഹു അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിക്കണേ അള്ളാഹ്. അന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ 2.5 ലക്ഷം രൂപ സമസ്തന്റെ ഓഫീസാക്കിയിട്ട് ആ ഓഫീസിന്റെ ഒരു വലിപ്പിൽ 2.5 ലക്ഷം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മൂലർപ്പാപ്പ ഭാര്യയോട് പറഞ്ഞു. പാപ്പാക്ക് മക്കളില്ല, 7 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരു കല്യാണം കഴിച്ച് ഭാര്യ മരിച്ചു, മറ്റൊരു ഭാര്യ മരിച്ചു. അങ്ങനെ എത്ര പേരെ കല്യാണം കഴിച്ചു? 7 സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒന്നിലും മക്കളില്ല. ഭാര്യമാരോട് ഉപ്പാപ്പ പറഞ്ഞു, ഞാൻ മരിച്ചാൽ ഈ സ്വത്തൊക്കെ നിങ്ങൾക്ക് കിട്ടും, പക്ഷെ ഈ മേശയിൽ വെച്ച പൈസ ഇത് നിങ്ങൾക്ക് അവകാശം എടുക്കാൻ പാടില്ല. ഇത് ഞാൻ സമസ്തന്റെ പ്രവർത്തനത്തിന് മാറ്റിവെച്ചതാണ്. ആ ഉപ്പാപ്പ വഫാത്താകുമ്പോൾ ഈ 2.5 ലക്ഷം ചെലവഴിച്ചിട്ട് അന്ന് വഫാത്താകുന്ന സമയത്ത് മുപ്പര മേശയിൽ ബാക്കിയുള്ളത് എത്രയെന്നോ? 83 പൈസ. നമ്മൾ മനസ്സിലാക്കണം ഈ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് 100 വർഷത്തേക്ക് എത്തിച്ചത്. 100 വർഷത്തേക്ക് പ്രസ്ഥാനത്തെ കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇന്നത്തെ പ്രവർത്തകരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് താജുൽ ഉലമ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, AP വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള അത്ര സുഖകരമായ ഒരു കാലഘട്ടം നമ്മുടെ പ്രസ്ഥാനത്തിന് പിളർപ്പിന്റെ മുമ്പും ശേഷവും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആ വയന്ന തെക്കുപേര് എനിക്ക് ആവശ്യമില്ല. ഒന്നിരിക്കലും മര്യാദക്ക് ചെല്ലേണ്ടി, അതല്ലെങ്കിൽ പിന്നെ ചെല്ലാതിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ, ആർക്കത് വേണ്ട നിങ്ങളത്. അങ്ങനത്തെ നിങ്ങളെയും കൂട്ടിയിട്ട് അപ്പം ഈ ഉദ്ഘാടനത്തിന് തീരുമാനിക്കുന്നത് വള്ളംകാട്. നിങ്ങൾ മലപ്പുറത്തൊക്കെ മാറ്റണം ഉദ്ഘാടനം. തങ്ങൾ പാപ്പുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇത് പറയുന്നില്ല. അള്ളാഹു ഖൈർ തരട്ടെ. ഒരു തെക്കുബീറൊക്കെ കേട്ടു നോക്കി അതിനൊരു മട്ടം വേണ്ട. ഇൻഷാ അല്ലാഹ് മുഷാവറിന്ന് തീരുമാനം വന്നു. ഇനി ഞാൻ അനങ്ങുന്നില്ല. നമ്മൾ തത്തിലുള്ളൂ. നേതൃത്വം പറഞ്ഞാൽ അവിടെ നിൽക്കുക. അള്ളാഹു ഖൈർ നൽകുമാറാണ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഈ മനുഷ്യർക്കൊപ്പം എന്നതാണ്. നമ്മുടെ എന്തായിരുന്നു അബ്ദുൽ ബാരി മൂലർ പാപ്പ ചെയ്തിരിക്കുന്ന സേവനം? ഒന്ന്, നിങ്ങൾ നോക്കൂ, ജുമഅ നിസ്കരിച്ചു വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം ആരതാണ്? മൂലർ പാപ്പാൻ്റെതാണ്. ഒന്ന്. രണ്ടാമത്തത്, ബഹുമാനപ്പെട്ട മൂലർ പാപ്പ തൻ്റെ നാട്ടിൽ, ബഹുമാനപ്പെട്ടവരുടെ നാട്ടിൽ 40 കൊല്ലത്തെ മുദരിസാണ്. 40 കൊല്ലത്തെ മുദരിസാണ് അവിടെ. ആ മുദരിസ് എങ്ങനെ? മൂപ്പരന്നെ പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ മൂപ്പരൊരു ദർസ് തുടങ്ങി. മുതഅല്ലിമീങ്ങൾ അധിക